വെൽഫെയർ പാർട്ടി അവർക്ക് ഒരുപാട് കാലമായി കിട്ടാതിരുന്നൊരു വലിയ സ്പേസ് തുറന്നു കിട്ടിയതിന് വലിയ ആഹ്ലാദത്തിലാണ്. വെൽഫെയർ പാർട്ടി നാളെ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ അമീർ അടക്കം നാളെ വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ UDF പിന്തുണ കൊടുക്കും. അതോടൊപ്പം UDF ജയിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ പറയുകയും ചെയ്തു, ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കിട്ടിയത് നല്ല കാര്യമായി എന്നുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രീയമായി ഒരു അസ്തിത്വം അവർക്ക് കൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതും അതിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യാനുള്ള വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വലിയ തുടക്കവും നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. സത്യത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടതും ഇത് തന്നെയായിരുന്നു. ഞാൻ പല പ്രാവശ്യം നമ്മൾ ഈ സംസാരത്തിൽ മീറ്റ് എഡിറ്റേഴ്സിൽ പറയാറുണ്ട്, ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്വരാജിനെ സ്ഥാനാർത്ഥി ആക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ആദ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരുപാട് പരതിയ ശേഷം സ്വരാജിലേക്ക് ഇടതുമുന്നണി എത്തുമ്പോൾ ഞങ്ങൾക്ക് ചില നിലപാടുണ്ട്, ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്തതെന്ന് പറഞ്ഞതാണ്. അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിൽ അവിടെ ആ മണ്ഡലത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും ആരും ജയിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കെ ഒരു രാഷ്ട്രീയ നിലപാട് പറയാൻ കൂടിയാണ് സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായത്. സ്വരാജിന് പാർട്ടി ചിഹ്നത്തിൽ കിട്ടേണ്ട വോട്ടിനപ്പുറം ഒന്നും കിട്ടിയില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.